ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 10 ചെറിയ ഉള്ളി, 2 തക്കാളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അടുപ്പത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചതിട്ടു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതൊക്കെ കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് പുളിവെള്ളമാണ്. ഒരു 3 കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചതാണിത്. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ കറി ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിക്കുക കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് ഇതപ്പോൾ നമ്മളിവിടെ മീൻ ഒക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയില കുട്ടിയാണ് മീൻ. ഇനി നമുക്ക് ഈ തിളച്ചയിലേക്ക് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ കറി ഒരുപാട് തിളപ്പിക്കരുത്, മീനെല്ലാം ഉടഞ്ഞു പോവും. അപ്പം മെല്ലെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കമ്മിയാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. മീൻ കറിയിൽ കിടന്നിട്ട് തന്നെ വേവും കേട്ടോ, ചൂടിൽ തന്നെ വേവും. ഒന്ന് ചെറുതായിട്ടൊരു 10 മിനിറ്റ് ചെറുതായിട്ട് തിളപ്പിക്കുക, ഹൈ ഫ്ലെയിമിലല്ല. പിന്നെ വേറൊരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് താളിച്ചൊഴിക്കണം. അപ്പോൾ കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 ചെറിയുള്ളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ കറി. അടിപൊളി ടേസ്റ്റാണ്. കറിയൊക്കെ കുറച്ച് നേരത്തെ വെച്ച് വെക്കുക, അപ്പോൾ കഴിക്കാറാകുമ്പോഴേക്കും എല്ലാം മീനിൽ പിടിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.